ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ബ്ലൂബെറി കേക്കാണ്. നാട്ടിൽ വന്നതിന് ശേഷം 1-2 ഓർഡർ വന്നെങ്കിലും എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലതി ചേച്ചി വിളിക്കുന്നത്. കഴിഞ്ഞ തവണയും അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് ഞാൻ തന്നെ ആയിരുന്നു ചെയ്തത്. അന്ന് പിസ്ത ഫ്ലേവറോ മറ്റോ ആയിരുന്നു തോന്നുന്നു ചെയ്തത്. അപ്പം പെട്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. മോളുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ കയ്യിലൊരു പെൺകുട്ടിയുടെ പ്രിൻറ്റും അതുപോലെ തന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ വെച്ചിട്ട് നല്ലൊരു കേക്ക് തന്നെ പെട്ടെന്ന് ആക്കിയെടുത്തു. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ പ്രിൻ്റാണ് വെച്ചിരിക്കുന്നത്. കേക്കിന് ചെറിയൊരു ലാവൻഡർ ഷെയ്ഡും പിന്നെ സൈഡിൽ നല്ല ചെറിയൊരു വേവ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമ്മുടെ ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ബോർഡറും കൂടെ കൊടുത്തു. ക്രീം വെച്ചിട്ടാട്ടോ ഞാൻ പേരെഴുതുന്നത്. അപ്പോൾ എപ്പോൾ എഴുതിയാലും ഞാൻ ക്രീം വെച്ചിട്ട് തന്നെയാണ് പേരെഴുതാറ്. അങ്ങനെ അവസാനം നമ്മൾ കേക്ക് അത്യാവശ്യം ഫിനിഷ് ചെയ്തു. ഇനി കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസും സ്മാൾ സൈസും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബോൾസ് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാട്ടോ ഇത്. പെട്ടെന്ന് ഒക്കെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഉള്ള ഡിസൈനൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ മോൻ സൈഡിൽ വന്നിരുന്നു. കേക്ക് കണ്ടപ്പോഴത്തേക്കും ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.